ഞങ്ങളെ നമ്മുടെ മറ്റേ പറമ്പിൽ അങ്ങേ പറമ്പിൽ ചക്കയിടാൻ പോവുക. അപ്പോൾ നിങ്ങൾ പോരെ, ഞങ്ങൾ കാണിച്ചു തരാൻ ചക്കയിടാൻ പോണത്. നല്ല വെയിലുണ്ട് ഇവിടെ, അതുകൊണ്ട് ഇച്ചിരി പാടാണ്. കാലാവസ്ഥ നല്ല വെയിലാണേലും കുഴപ്പമൊന്നുമില്ല. UK ഭയങ്കര തണുപ്പാണ്. അപ്പം ഇവിടെ ആ തണുപ്പത്തുനിന്ന് ഇവിടെ വന്ന് കഴിയുമ്പോൾ നല്ല വെയിലാകുമ്പോഴത്തേക്കും നല്ല സുഖം ഇതിൽ നടക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്ത് കിടക്കാൻ വലിയ ഇൻട്രസ്റ്റാണ്. കാറ് വരുന്നത് കാണിക്കും. നടന്നു പോകണമൊക്കെ പിടിക്കണം, വീഡിയോ വേണ്ടേ ഇത്രയ്ക്ക്? വേറെ സ്ഥലമല്ലേ ഇത്. നല്ല വെയിലാണ്, അതുകൊണ്ട് ഞങ്ങളത് തോർത്തെടുത്തിട്ടുണ്ട് ഞാൻ തലയിടാൻ വേണ്ടിയിട്ട്. തട്ട് പൊങ്ങുകയില്ല, പൊക്കി വിടണം. മാങ്ങ കിടക്കുന്നുണ്ട്. ഇത് മാങ്ങ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ചെറിയ കണ്ണിമാങ്ങ കിടപ്പുണ്ട് മാവേല് എന്ന് പറയാം. ഇവിടെ ഞങ്ങളുടെ പുതിയ പറമ്പില്ല, ഇവിടെ വേറൊരു പറമ്പുണ്ടെന്ന് പറഞ്ഞില്ല. ആ പറമ്പിലേക്ക് കയറി ഇപ്പം അകത്തേക്ക് പോവുക. പ്ലാവ് ഇവിടെയാണ് ഉള്ളത്. ചക്ക ഇടാൻ പോവുക. ചക്ക മൂത്ത് കിടപ്പുണ്ട് ഒരെണ്ണം. തോട്ടി കയ്യിലുണ്ട്, പക്ഷേ എത്തുമോയെന്നറിയാൻ മേല. തോട്ടിക്ക് നീളം കുറവുള്ളത് കൊണ്ട് ചക്ക ഇടാൻ പറ്റുമോയെന്നറിയില്ല. ഞങ്ങൾ പറമ്പിലെത്തിയേ, പ്ലാവിൻ്റെ ചുവട്ടിലെത്തിയിട്ടുണ്ട്. ചക്ക ദേ കിടക്കുന്നതാണ്. ഇവിടെ വേറൊരു ചക്കയും കൂടെ ഉണ്ട്, അതോടെ കാണിച്ചു തരാം. ഇത് താഴെ ഒരു ചക്ക കിടപ്പുണ്ട്. ഇത് കണ്ടോ, ഇത് നല്ല എളുപ്പമുണ്ട് നമുക്ക് മൂത്ത് കഴിയുമ്പോൾ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടി. പോവാണേ, ചക്കയിടാൻ പോവാണ്. മുകളിലേക്ക് ഇങ്ങനെ കയറ്റി നേരത്തേക്ക് വിടാൻ തോന്നണം. അങ്ങനെ ചക്ക കിട്ടു ഉണ്ട്. നമുക്ക് ഇത് നോക്കാം ചക്ക എങ്ങനെയുണ്ട് മൂത്തോന്ന്. എൻ്റെ പൊന്നെ, ഇല്ല, നല്ല ചക്ക മൂത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഷോർട്സ് വേണോ? ഇത് കാണും, തോട്ടിയിൽ വാക്കത്തി കെട്ടി വെച്ചിട്ട് ഇപ്പം ഈ പ്ലാവേന്ന് ഞങ്ങൾ ചക്കയിട്ടു. ആ ചക്കയാണ് ഈ കിടക്കുന്ന നിലത്ത്. ഇനി എന്നാ ഞാൻ ചെയ്യാം, ഞാനൊരു ചുമ്മാട് കെട്ടട്ടെ കേട്ടോ. ഇത് ചുമ്മാട് കെട്ടണം, ഇങ്ങനെ തോർത്തുകൊണ്ട് ഇങ്ങനെ ചുമ്മാട് കെട്ടി എന്നിട്ട് നമുക്ക് തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് അത് ഇങ്ങനെ എൻ്റെ തലയിലേക്ക് ഇങ്ങനെ വെക്കണം. എന്നാൽ എൻ്റെ തലയിലേക്ക് എടുത്ത് വയ്ക്കുകയാണ് ഇതിനകത്ത്. എന്നാൽ ഇനി വീട്ടിലേക്ക് പോയാലോ? ചക്ക ചോന്നുകൊണ്ട് വീട്ടിലേക്ക് പോവാം. വീട്ടിലേക്ക് പോവാ കേട്ടോ. വീട്ടിൽ കൊണ്ടുപോവാ ചക്ക. ഇനി എത്ര കിലോ കാണും? 4 ചക്ക വീട്ടിലേക്ക് ചോന്നുകൊണ്ട് പോവാണേ. വീട്ടിലേക്ക് പോവാ ഞങ്ങൾ ചക്ക എടുത്തോണ്ട്. വീട്ടിലേക്ക് പോയിക്കൊണ്ട് അപ്പോൾ വഴിക്കുന്ന് പോന്നപ്പോഴുണ്ടല്ലോ, ഞങ്ങൾക്കൊരു പാള കിട്ടി. ഇത് പാള, ആ പാള കിട്ടി, അതും എടുത്തു. അന്നേരം ഞാൻ ചക്ക ഇങ്ങോട്ട് കൊടുത്തു, കൈ മാറി ഞങ്ങൾ ചക്ക. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇത് പാള കമുകിൻ്റെ പാളയാണ്. ഇതെവിടെ ഇത് ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്ത് ഗ്യാസിൻ്റെ വണ്ടി വന്ന് നിൽക്കുന്നത് കണ്ടോ. അവർ ഗ്യാസ് നമ്മൾ ബുക്ക് ചെയ്യുമ്പം ഓരോ വീട്ടിൽ കൂടെ കൊണ്ടുവന്ന് ഗ്യാസിൻ്റെ കുറ്റി തരും. അതാണ് ആ കാണുന്നത്. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ചക്കയിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങളിത് ചക്ക ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നേ, ഇവിടെ വെച്ചു. ഇത് ഞാൻ പാളയും കൂടെ കൊണ്ടുവന്നു. ഞങ്ങൾ മടുത്തു, വെയിൽ കൊണ്ട് അവിടെ പോയിട്ട് മടുത്തു വരുവേ ഇത്. അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി നേരം ഒന്ന് ഇരിക്കുക ചേറയിൽ.
ഞങ്ങൾ മുട്ടപ്പഴം പറിക്കാനും എഗ് ഫ്രൂട്ട് പറിക്കാനും പിന്നെ ചക്ക ഇടാനും കൊണ്ടുപോയ തോട്ടിയാണിത്. ഇത് നീളമുള്ള തോട്ടിയിൽ ഇത് അരുവ അല്ലെങ്കിൽ വാക്കത്തി വെച്ച് കെട്ടും. ഇത് വാക്കത്തിയാണ് കെട്ടി വെച്ചേക്കുന്നത്. ഇനി ഇതെല്ലാം അഴിച്ചെടുക്കുവാണ്. അഴിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത പ്രാവശ്യം പറിക്കാൻ പോകുമ്പോൾ നമുക്ക് പിന്നെയും കെട്ടാം. അതെല്ലാം ഊരി എടുത്തിട്ടുണ്ട്. ഇത് ഇത് കഴിഞ്ഞ ദിവസേ ചക്ക ഇട്ടുകൊണ്ട് വന്നിട്ടേ ഉപ്പിട്ട് കെട്ടി വെച്ചായിരുന്നു ഇതിൻ്റെ കൂഞ്ഞിലേൽ. ഇത് കണ്ടോ, ഉപ്പിട്ട് കെട്ടി വെച്ചായിരുന്നു. ഇത് നോക്ക്, അതിൻ്റെ പ്ലാസ്റ്റിക് ഇങ്ങ് എടുത്തു. ഞാൻ ഉപ്പിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി വെച്ചത്. ഇതാണ് ഉപ്പ് കെട്ടി വെച്ചായിരുന്നു. ഇതുകൊണ്ട് ഉപ്പ് കെട്ടി വെച്ചത്. അപ്പം ചക്ക നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അതെ, സൗണ്ട് കേട്ടോ. അതാണ് ചക്ക പഴുത്തതിൻ്റെ ലക്ഷണം. വേഗം പഴുത്തു. പിറ്റേ ദിവസമായപ്പോഴത്തേക്ക്. ഇനി നമുക്ക് ചക്ക വെട്ടാം. ഒന്ന് വെട്ടി നോക്കാം. ഞാൻ ഇനി കുറച്ച് എണ്ണ കയ്യിലേക്ക് ഇടുകയാണ് മോണി, കയ്യെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് എണ്ണ കയ്യെ തൂത്തേ, ഇങ്ങനെ തണ്ണി തൂക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ കയ്യെ മുഴുവൻ കറയാവും. അതിന് ഇതെല്ലാം കൂടി എണ്ണ തൂത്ത് ഇനി ചക്ക വെട്ടി നോക്കിയാലോ. ചക്ക മുറിക്കാം. ഞാനൊരു ഷോർട്ട്സോടെ ഇട്ടു. നന്നായിട്ട് പഴുത്തിട്ടുണ്ടെന്ന്. ഇത് വേണ്ട, ഒരു കുഞ്ഞി കഷ്ണം എടുക്കാൻ നോക്കിയിട്ട് പറഞ്ഞു പോരാൻ പാടാ. ഇനി ചകിണി ഒക്കെ മാറ്റാം. ഇത് അഴിച്ചു നോക്കട്ടെ. നല്ല മധുര. ഒരു കോലെടുത്തതിന് കറ കളയാൻ വേണ്ടി ഇങ്ങനെ കാണിച്ചാൽ മതി. പണി. എന്നാ ഇത് മുറിച്ചിട്ടേ നമുക്ക് ഇരിഞ്ഞിടാം പാത്രത്തിലേക്ക്. അടുത്തതും കൂടെ ഇട്. ഇത് കണ്ടിക്കണമെല്ലാം വേണം. ഒന്നായി. ഇനി അടുത്തത് അല്ല, അങ്ങനെ കണ്ടിച്ച് വെക്കണം. പുറത്തോടെ വണ്ടി പോകും. കണ്ടിച്ച് കളയാം. കുഞ്ഞിലിങ്ങനെ കണ്ടിച്ച് കളയാം. ചക്കക്കുരു. അപ്പൊ നമുക്ക് വിരിഞ്ഞിടാം. ഇതിൻ്റെ അകത്തേക്ക് ഇരിഞ്ഞിടാം ഓരോന്ന് പാത്രത്തിലേക്ക്. മടല്, ചക്കമടലാണേ. ഇതൊക്കെ കുള്ളു കലാത്തൊക്കെ കളയുക. കുറച്ചൊക്കെ കുള്ള കലാത്തമുണ്ട് ചക്കമടല്. ഇത് ചക്കച്ചുള. ഇതുണ്ട് പഴുത്തത്. ഇത് ചക്കക്കുരു. ഇതെന്നെ ചക്കക്കുരു ആണേ. ഈ കുരുവാണ് നമുക്ക് ചക്കക്കുരു മാങ്ങ കറി വെക്കാം, ചാറുകറി. പിന്നെ അല്ലെങ്കിൽ ചക്കക്കുരു തോരൻ വെക്കാം, മെഴുക്ക് പുരട്ടി വെക്കാം. അതൊക്കെ നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ഇത് ചക്കക്കുരു. എല്ലാം ഇതിന് ഗുണമുണ്ട് ചക്കയുടെ സാധനങ്ങളെല്ലാം. ചക്കമടൽ കൊണ്ട് കളഞ്ഞേക്കാം ഇനി. അതായത് പക്ഷികളൊക്കെ വന്ന് കഴിച്ചോളൂ. ഒരു വണ്ടി പോകുന്നു ഇതില്. ഉണ്ടോ? ഒരു വണ്ടി പോകുന്നത് അവിടെ നമ്മുടെ റോഡിൽ കൂടെ ഒരു വണ്ടി പോകും. ായിരുന്നു ചക്ക. അതിന്റെ വേണ്ട മുണഞ്ഞീനുണ്ട്. ഇത് കണ്ടോ, ഈ കറ പറ്റിയിരിക്കുന്നത്. ഇത് പോവുകയല്ല, നമ്മൾ ഉറച്ചിരിക്കുക. അത് കളയാൻ വേണ്ടിയിട്ട് നമുക്കൊരു പണിയുണ്ട്.
ഇങ്ങനെ കത്തിച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. ഇങ്ങനെ അങ്ങോട്ട് പേപ്പറിലേക്ക് ഉണ്ടോ നീ വശം ക്ലീനായി ക്ലീനായേ.